എല്ലാ ദിവസവും രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഇന്ന് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ടോ? അതോ വെറുമൊരു യന്ത്രത്തെ പോലെ അലാറം അടിക്കുമ്പോൾ എഴുന്നേറ്റ് തിരക്കുകളിലേക്ക് ഓടിപ്പോവുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള മനുഷ്യർ താമസിക്കുന്ന ജപ്പാനിലെ ഒക്കിനാവ എന്ന ദ്വീപിലെ മനുഷ്യർക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് ഇക്കിഗായ് എന്ന അത്ഭുതകരമായ ജീവിത ദർശനം. വെറുമൊരു പുസ്തക സംഗ്രഹത്തിനപ്പുറം നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനുള്ള ഒരു വഴികാട്ടിയായി ഈ വീഡിയോ കാണുക. കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹെക്ടർ ഗാർഷിയും ഫ്രാൻസിസ് മിറാലസും ചേർന്ന് രചിച്ച ഇക്കിഗായ് ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന വിശ്വപ്രസിദ്ധമായ പുസ്തകമാണ്. ഈ തിരക്ക് പിടിച്ച ലോകത്ത് സമാധാനവും സന്തോഷവും ദീർഘായുസ്സും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തൻ്റെ ഉള്ളിലെ ആ പ്രത്യേക കഴിവിനെ തിരിച്ചറിയാൻ ഇക്കിഗായ് സഹായിക്കുമെന്നുറപ്പാണ്. നമ്മുടെ സ്വപ്നങ്ങളും കഴിവും ലോകത്തിന്റെ ആവശ്യങ്ങളും പണവും ഒത്തുചേരുന്ന ആ മനോഹരമായ ബിന്ദുവിലേക്ക് നമുക്കൊന്നിച്ച് യാത്ര തുടങ്ങാം. ഇക്കിഗായ് എന്ന വാക്കിന്റെ അർത്ഥം ലളിതമായി പറഞ്ഞാൽ ജീവിക്കാനുള്ള കാരണം എന്നാണ്. അതായത് രാവിലെ കിടക്കയിൽ നിന്ന് ആവേശത്തോടെ എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ വലിയ ഘടകം. ജപ്പാനിലെ ഒക്കിനാവയിലുള്ള 100 വയസ്സു കഴിഞ്ഞ മനുഷ്യർ ഇന്നും ആവേശത്തോടെ ജോലി ചെയ്യുന്നതിന്റെ രഹസ്യം അവർക്ക് ഓരോരുത്തർക്കും കൃത്യമായ ഒരു ഇക്കിഗായ് ഉണ്ട് എന്നതാണ്. 4 പ്രധാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങളുടെ ഇക്കിഗായ് എന്ന് പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യം ഏതാണ്? ലോകത്തിന് നിങ്ങളിൽ നിന്ന് എന്ത് ആവശ്യമാണുള്ളത്? കൂടാതെ നിങ്ങൾക്ക് വരുമാനം നേടിത്തരുന്ന കാര്യം എന്താണ്? എന്നിവയാണവ. ഈ 4 വശങ്ങളും എവിടെയാണോ ഒത്തുചേരുന്നത് അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പൂർണ്ണതയിരിക്കുന്നത്. നിങ്ങളുടെ ജോലിയിൽ സന്തോഷമില്ലെന്ന് പരാതിപ്പെടുന്നതിന് പകരം ഈ 4 വശങ്ങളിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കിയാൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ മനസ്സിനെ എപ്പോഴും ചെറുപ്പമായി നിലനിർത്തുക എന്നതാണ് ദീർഘായുസിന്റെ മറ്റൊരു പ്രധാന രഹസ്യമെന്ന് പുസ്തകം അടിവരയിട്ട് പറയുന്നു. പലരും ജോലിയിൽ നിന്ന് വിരമിക്കുന്നതോടെ ജീവിതം അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ജാപ്പനീസ് ഭാഷയിൽ റിട്ടയർമെന്റ് എന്നൊരു വാക്കുപോലുമില്ല എന്നതാണ് സത്യം. മരിക്കുന്നതുവരെ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുക എന്നതാണ് അവരുടെ രീതി. ഇത് തലച്ചോറിന്റെ കോശങ്ങളെ എപ്പോഴും ഉന്മേഷത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും തയ്യാറാകുന്ന ഒരാൾക്ക് വാർദ്ധക്യം എന്നത് വെറും ഒരു നമ്പർ മാത്രമായി മാറും. നമ്മുടെ ജീവിതത്തിലും വിരമിക്കലെന്ന ചിന്താഗതി മാറ്റിവെച്ച് മരണം വരെ സജീവമായിരിക്കാൻ ശ്രമിച്ചാൽ രോഗങ്ങളിൽ നിന്നും മാനസിക വിഷമങ്ങളിൽ നിന്നും നമുക്കൊരു വലിയ പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും. സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്ന വില്ലനെ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ഈ പുസ്തകത്തിന്റെ രചയിതാക്കൾ ഗൗരവകരമായ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഭൂരിഭാഗം രോഗങ്ങളുടെയും അടിസ്ഥാനം അനാവശ്യമായ ഉത്കണ്ഠകളും ഭയവുമാണ് എന്ന് നമുക്കറിയാം. ജപ്പാനിലെ മനുഷ്യർ വിശ്വസിക്കുന്നത് ലളിതമായ ജീവിതശൈലിയും മനസ്സിനെ ശാന്തമാക്കുന്ന പ്രവർത്തനങ്ങളും ശീലമാക്കിയാൽ ആയുസ് വർദ്ധിപ്പിക്കാം എന്നാണ്. കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് ഉറങ്ങുക, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നിവയൊക്കെ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇവയാണ് ആരോഗ്യത്തിന്റെ യഥാർത്ഥ തൂണുകൾ. നഗരങ്ങളിലെ കൃത്രിമമായ ജീവിതത്തിൽ നിന്ന് മാറി അല്പനേരം ചെടികൾക്കിടയിലോ മണ്ണിലോ ചിലവഴിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാൻ സഹായിക്കും. ഭക്ഷണ രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഹര ഹാച്ചി ബു എന്ന അതിമനോഹരമായ ഒരു തത്വം ജാപ്പനീസ് വംശജർ പിന്തുടരുന്നുണ്ട്. അതായത് വയറ് 80% മാത്രം നിറയുന്നതുവരെ ഭക്ഷണം കഴിക്കുക. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലെ ദഹനപ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും ശരീരത്തിന് അനാവശ്യമായ ഭാരം നൽകുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. പോഷകസമൃദ്ധമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഗ്രീൻ ടീയും അവരുടെ ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമാണ്. നമ്മളും പലപ്പോഴും രുചിക്ക് പിന്നാലെ പോയി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്. എന്നാൽ ഈ ചെറിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ കൂടുതൽ ഉന്മേഷം ലഭിക്കുന്നത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. മിതമായ ഭക്ഷണം കഴിക്കുന്നത് ആയുസ് കൂട്ടുക മാത്രമല്ല, പകൽ സമയത്തെ മടി ഒഴിവാക്കാനും സഹായിക്കും. ഒരു കാര്യത്തിൽ പൂർണ്ണമായും ഒഴുകിയിരിക്കുന്ന അവസ്ഥയെ ഫ്ലോ എന്നാണ് പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇത് ഇക്കിഗായ് കണ്ടെത്തുന്നതിലെ പ്രധാന ഘട്ടമാണ്.
നിങ്ങൾ ഒരു ജോലി ചെയ്യുമ്പോൾ സമയം പോകുന്നത് പോലും അറിയാതെ അതിൽ ലയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ അവസ്ഥയെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. ചിത്രകാരൻ തൻ്റെ ക്യാൻവാസിന് മുന്നിലും എഴുത്തുകാരൻ തൻ്റെ വരികൾക്ക് മുന്നിലും ഇരിക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ആനന്ദം നിങ്ങളുടെ ദൈനംദിന ജോലികളിലും കണ്ടെത്താൻ ശ്രമിക്കണം. ചെറിയ ജോലികളാണെങ്കിൽ പോലും അവയിൽ പൂർണ്ണ ശ്രദ്ധ നൽകി ചെയ്യുമ്പോൾ മനസ്സ് ശാന്തമാവുകയും സമാധാനം ലഭിക്കുകയും ചെയ്യും. മൾട്ടി ടാസ്കിംഗ് എന്ന പേരിൽ പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്ത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതിന് പകരം ചെയ്യുന്ന കാര്യത്തിൽ 100% ശ്രദ്ധ നൽകാൻ ശീലിക്കുക. നല്ല സുഹൃത്തുക്കളും സാമൂഹിക ബന്ധങ്ങളും ദീർഘായുസ്സിൽ വലിയ പങ്കുവഹിക്കുന്നു എന്ന് ഒക്കിനാവയിലെ മനുഷ്യരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെയുള്ള ആളുകൾ മോയ് എന്നറിയപ്പെടുന്ന ചെറിയ ഗ്രൂപ്പുകളായി ഒത്തുചേരുകയും പരസ്പരം സാമ്പത്തികമായും മാനസികമായും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും ഏകാന്തത അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ നേരിട്ടുള്ള സംസാരവും തമാശകളും ഒരുമിച്ചുള്ള ഭക്ഷണവും തരുന്ന ആശ്വാസം മറ്റൊന്നിനും നൽകാൻ കഴിയില്ല. ചുറ്റുമുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ വർദ്ധിപ്പിക്കും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരെങ്കിലും ഉണ്ടെന്ന തിരിച്ചറിവ് മനുഷ്യന് നൽകുന്ന കരുത്ത് ചെറുതല്ല. ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ മുന്നോട്ടു പോകാനുള്ള കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് വിളിക്കുന്നത്. ഇത് ഇക്കിഗായുള്ളവർക്ക് കൂടുതലായിരിക്കും. പ്രതിസന്ധികൾ വരുമ്പോൾ അത് അവസാനമല്ലെന്നും മറിച്ച് പുതിയൊരു പാഠമാണെന്നും ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിലെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് മാറാനും തയ്യാറാവുന്നവർക്ക് ദീർഘകാലം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ. വബി സബി എന്ന ജാപ്പനീസ് തത്വം നമ്മെ പഠിപ്പിക്കുന്നത് അപൂർണതയിലെ സൗന്ദര്യം കണ്ടെത്താനാണ്. അതായത് എല്ലാം തികഞ്ഞതാകാൻ ശ്രമിക്കുന്നതിന് പകരം ഉള്ളതിനെ സ്നേഹിക്കാനും ആസ്വദിക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്താനുള്ള ഈ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ഓരോ ദിവസവും നാം മിനുക്കിയെടുക്കേണ്ട ഒന്നാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ ഒരു ചെറിയ ചൂടെങ്കിലും വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ ഇത്തരം വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.